വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖ്നയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി. പുലർച്ചെയോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പുഴ കടത്തി തോൽപ്പെട്ടി വനത്തിലേക്ക് തുരത്തിയത്. മയക്കുവെടി വെക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. സജോ ദേവസ്യ വയനാട് നിന്ന് ചേരുകയാണ്. സജോ, ഈ കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി ഇനി ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് വെച്ച് മയക്കുവെടി വെക്കാനാണോ നീക്കം? ഈ ബേലൂർ മഖന എന്ന ആന യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസവും ഈ ചാലിഗദ്ദ എന്ന് പറയുന്ന പ്രദേശത്ത് പുലർച്ചെ ഏതാണ്ട് 1 മണി വരെയോളം ഉണ്ടായിരുന്നു. അതിനുശേഷം ആനയുടെ സഞ്ചാരപഥം സംബന്ധിച്ച് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് അത് ജനവാസ മേഖലയിൽ നിന്ന് വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അത് RRT സംഘം ഒരു അകലമിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം മയക്കോടി വെക്കാനുള്ള ആവശ്യമാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉന്നയിച്ചത്. അതിനുള്ള ഉത്തരവും ഉണ്ട് താനും. പക്ഷേ മയക്കോടി വെക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ അതിനുവേണ്ടിയുള്ള തിടുക്കപ്പെട്ടുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. കാരണം ഇപ്പോൾ സുരക്ഷിതമാണ്. പക്ഷേ അതേസമയം നാട്ടുകാർ പറയുന്നത് ഇതേ ആന വീണ്ടും ജനവാസ മേഖലകളിലേക്ക് തന്നെ വരാം. അത് എവിടെയുണ്ട്, അതിൻ്റെ ലൊക്കേഷൻ എന്താണെന്ന് സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയില്ല. വനംവകുപ്പ് അതിൽ വ്യക്തതയോടുകൂടി ഒരു മറുപടിയൊക്കെ പറയണമെന്നാണ്. അതേസമയം വനംവകുപ്പ് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുരക്ഷിതമാണ്. ഇനി നിരീക്ഷിച്ചതിന് ശേഷം മയക്കുവെടിയെങ്കിൽ മയക്കുവെടി എന്നതാണ് അവർ പറയുന്നത്. ഇവിടെയുള്ള നാട്ടുകാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. മയക്കുവെടി വെച്ച് പിടികൂടി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകുക എന്ന് തന്നെയാണ്. മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടുന്ന് ആന എവിടെ കൊണ്ടുപോയി നമുക്ക് കുഴപ്പമില്ല. പക്ഷേ സാധനം തിരിച്ചിങ്ങോട്ട് വരരുത്. തിരിച്ചിങ്ങോട്ട് വരാൻ നമ്മൾ സമ്മതിക്കില്ല. തിരുത്തിന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. തിരുത്തി എന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കില്ല. രാത്രി 1 മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. 10 മണിക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അവിടെ ആന വന്ന് വാഴ വലിച്ച് ഇട്ടിട്ടുണ്ട്. അന്നേരം ഒന്നും ഇവിടെ ഒരു ഫോറസ്റ്റുകാരും ഇല്ല. അപ്പോൾ വീട്ടുകാർ ഞങ്ങൾ റോട്ടിൽ നിൽക്കുമ്പോൾ വീട്ടുകാർ ഞങ്ങൾ വിളിച്ച് ഇവിടെ ഇപ്പോണ്ട് വന്നിട്ട് ഞങ്ങൾ കയറി ചെന്ന് നോക്കുമ്പോൾ ആന അവിടെ വാഴ വലിച്ചെടുക്കുന്ന ആ വാഴ ഇപ്പോഴും കിടക്കുന്നത് വാഴ മറ്റേ കായ് തിന്നിട്ടില്ല. അതിൻ്റെ പിണ്ടി മാത്രം ഇതിട്ട് ആന നേരെ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫോറസ്റ്റുകാരും പോലീസുകാരും ഇങ്ങനെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു ആന ഇവിടെയുണ്ട് ഇന്നോസെൻ്റ്. അവർ ആ സ്പോട്ട് കാണാൻ ഒന്നും വന്നിട്ടില്ല. എവിടെയാണെന്ന് അവരും വന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു സാർ ഇത് ഇവിടെയാണ് ആന വന്നിരിക്കുന്നത്. എന്നിട്ട് മുകളിലേക്ക് കയറി പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവർ നമ്മൾ നോക്കണ്ടേ. അവിടെ 2 വാച്ചർമാരിരിക്കുന്നത്. ഒരു ടോർച്ച് പോലും ഇല്ലാണ്ട് ആ വീടിൻ്റെ മതിലിരിക്കുകയാണ്. ഒരു ടോർച്ച് പോലും ഇല്ലാണ്ട് നമ്മുടെ വട്ടത്ത് വേണം വ്യക്തത അവർ വരുത്തണം. അല്ല അവര് പറയുന്നത് മണ്ണുണ്ടിയിലേക്ക് പോയെന്നാണ് പറയുന്നത്. രാത്രി പോകുന്നത് ഈ 1 മണി വരെ സാധനം ഇവിടെ ഉണ്ടല്ലോ. ഈ മണ്ണിനുണ്ടിലേക്ക് പോയെങ്കിൽ ഇവിടുന്ന് 6 കിലോമീറ്ററോളം കൂടുതൽ വേണം. വയനാട്ടിലെ ആളക്കൊല്ലി കാട്ടാനെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി വനമേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് നൽകുന്ന വിശദീകരണം.